إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഇടപെടുന്ന സന്ദർഭങ്ങളിൽ സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നമുക്ക് ആശ്വാസം പകരുന്നതും അല്ലാഹുവുമായി നമ്മളെ ബന്ധിപ്പിച്ചു നിർത്തുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാഹുവിൽ നിന്ന് ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസകരമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടുന്നതിനൊക്കെ വേണ്ടിയാണ് ദുആ എന്ന ഒരു കർമ്മം നമ്മൾ നിർവഹിക്കുന്നത്. ഒരു മുഅ്മിനത്തിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്ഷാകവചമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്ക് പഠിപ്പിക്കപ്പെട്ട, നമ്മൾ നിർവഹിച്ചു വരുന്ന ഏതൊരു ഇബാദത്ത് എടുത്തു നോക്കിയാലും അതിലൊക്കെ ഉൾച്ചേർന്ന് കിടക്കുന്നതാണ് ദുആ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വലാത്ത്, നമസ്കാരം എടുത്തു നോക്കിയാൽ അത് ദുആകൾ കൊണ്ട് സമ്പന്നമാണ്. സക്കാത്ത് നിർവഹിക്കുമ്പോഴും അത് നിർവഹിച്ച ശേഷവുമൊക്കെ അത് സ്വീകരിക്കണമേ എന്ന തേട്ടമാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട ദുആ എന്ന് പറയുന്നത്. റമളാൻ മാസത്തിലും നോമ്പനുഷ്ഠിക്കുമ്പോഴുമൊക്കെ ഉംറയും ഹജ്ജുമൊക്കെ നിർവഹിക്കുമ്പോഴൊക്കെ നമുക്കറിയാം എല്ലാം ദുആ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും വലിയൊരു ഇബാദത്ത്, പ്രതിഫലമുള്ള ഒരു ഇബാദത്ത് എന്ന നിലക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, അത് പതിവാക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു അമൽ നിർവഹിച്ചു, പ്രവർത്തനം ചെയ്തു, ആ പ്രവർത്തനങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകരിക്കുന്നത് പോലും പ്രാർത്ഥന കൊണ്ടുകൂടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നിരന്തരമായ ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ മനസ്സിന് കുളിരണിയിക്കുന്ന അനുഭവങ്ങൾ നൽകുന്നതൊക്കെ പ്രാർത്ഥനകളാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം.
പ്രതിസന്ധികളിൽ പലപ്പോഴും അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് പ്രാർത്ഥനകളിൽ കൂടിയാണ് എന്നതുമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കാൻ പ്രാർത്ഥന ഏറെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറയാൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ, നബിയെ പറയുക, പറഞ്ഞു കൊടുക്കുക, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. നമ്മൾ അള്ളാഹുവിലേക്ക് എത്രമാത്രം കരമുയർത്തി പ്രാർത്ഥിക്കുന്നുവോ, എത്രമാത്രം അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ, അത്രമേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കാര്യങ്ങളെയും ഒക്കെ പരിഗണിക്കുമെന്നാണ് ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നുഅ്മാൻ ഇബ്നു ബഷീർ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇബാദത്ത്, ആരാധന എന്ന് പറയുന്നത്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുശേഷം ഓതി വെക്കുന്ന ഒരു ആയത്ത് ഇങ്ങനെയാണ്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന ആയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി വെക്കുന്നത്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വചനം തിരുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളാവട്ടെ നമ്മുടെ അള്ളാഹുവിനോട് ചോദിക്കുക, നമ്മുടെ പ്രയാസങ്ങളാവട്ടെ അത് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പങ്കുവെക്കുക, ആ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹ മിൻ ഫളിഹി ഫഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുസ്അല എന്നാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ ഫളിലുകളിൽ നിന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിന്റെ ബർക്കത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളെ ബാധിക്കുന്ന പ്രയാസങ്ങളിൽ അതിന്റെ പരിഹാരത്തെ, ഫളിലിനെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഫഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുസ്അൽ എന്നാണ്. അള്ളാഹു നിങ്ങളുടെ ചോദ്യങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകളെ, അള്ളാഹുവിലേക്ക് നിങ്ങൾ സമീപിക്കുന്നതിനെ അള്ളാഹു തആല അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കേട്ടത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇദാ സഅല അഹദുക്കും ഫൽയുക്സിർ എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ധാരാളമായി ചോദിച്ചുകൊണ്ടേയിരിക്കുക. എന്റെ റബ്ബന്റെ മനസ്സിന്റെ തേട്ടം അറിയുന്നവനല്ലേ, എന്റെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളെ അറിയുന്നവനല്ലേ, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അറിയുന്നവനല്ലേ, എന്റെ ജീവിതത്തെ അള്ളാഹു നോക്കിക്കാണുന്നവനല്ലേ. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായി ഇനി അത് എടുത്തു പറയേണ്ടതുണ്ടോ എന്നൊക്കെ ആളുകൾ സംശയിക്കുന്നുണ്ടാകും. നമ്മളത് ഏറ്റു പറയുക എന്നതാണ്, ചൊല്ലി പറയുക എന്നതാണ്. വളരെ രഹസ്യമായും പരസ്യമായാലും ശരി, ശബ്ദമുയർത്തിയായാലും ശരി, എന്നാൽ ഏറ്റവും അള്ളാഹുവിനോട് രഹസ്യമായി ഭക്തിയോടെ, സബറോടെ, ഇഖ്ലാസോടെ നമ്മൾ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുആക്ക് ഉത്തരം നൽകുമെന്നാണ്. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പരിചയപ്പെടുത്തുന്നത്, ഫഇന്നഹു യുസ്അലു റബ്ബഹു, അവൻ അള്ളാഹുവിനോടല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. തന്റെ റബ്ബിനോടാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവൻ ധാരാളമായി ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എല്ലാത്തിനും കഴിവുള്ള ഒരു റബ്ബാണ് നമ്മുടെ റബ്ബ് എന്ന നിലക്ക് അവൻ ധാരാളമായി അവന്റെ സങ്കടങ്ങൾ, അവന്റെ വിഷമങ്ങൾ, അവന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അബ്ഖലൻ നാസ് മൻ ബഖില ബിസ്സലാം വഅജസുൻ നാസ് മൻ അജസ അനി ദുആ. രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് പറഞ്ഞു, ഇന്ന അബ്ഖലൻ നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് പിശുക്കൻ എന്നറിയുമോ? ഏറ്റവും വലിയ പിശുക്കൻ ആരാണ്? പൈസ കൊടുക്കാത്തവൻ മാത്രമല്ല, റസൂലുള്ളാഹി ഒരു ആലങ്കാരികമായി പറയുകയാണ്, മൻ ബഖില ബിസ്സലാം എന്നാണ്. കാണുമ്പോ പരസ്പരം സലാം പറയാൻ മടിക്കുന്നവനുണ്ടല്ലോ, സലാം പറയുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്കൻ
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഅജസുന്നാസി മൻ അജസ അനി ദുആ. ആരാണ് അശക്തനായവൻ, ദുർബലനായ മനുഷ്യൻ ആരാണ്? ഏറ്റവും കുറച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനാണ് എന്നാണ്. അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ദുർബലത കാണിക്കുന്നവനും ശക്തി കാണിക്കാത്തവനുമാണ് ഏറ്റവും വലിയ അശക്തനായുള്ളവനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഏറ്റവും വലിയൊരു ഇബാദത്താണ്. അത് വലിയ ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകും. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായം നമ്മിലേക്ക് വരുന്ന കണ്ണി എന്ന് പറയുന്നത് നമ്മുടെ ദുആകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കപ്പെടാൻ ഒരു ശക്തിക്ക് എന്തൊക്കെ കഴിവുകളാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ലോകത്ത് നമുക്ക് ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുന്ന വ്യത്യസ്ത മനുഷ്യരുണ്ട്, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവർ, വ്യത്യസ്ത മതവിശ്വാസം വെച്ചു പുലർത്തുന്നവർ, മതങ്ങളിൽ തന്നെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളൊക്കെയുണ്ട്. പക്ഷെ ദുആ, പ്രാർത്ഥന നമ്മൾ ആരോടാണ് നിർവഹിക്കേണ്ടത്? പ്രാർത്ഥിക്കാൻ അർഹത ആർക്കാണുള്ളത്? നമുക്ക് ഉത്തരം കിട്ടണം, നമ്മുടെ സങ്കടങ്ങൾ പരിഹരിക്കപ്പെടണം, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഫضൽ ഉണ്ടാകണം. ഇതാണല്ലോ നമ്മുടെ പ്രാർത്ഥനയുടെ ആകത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വന്യനായ പിതാവിനോട് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ബിംബാരാധകനായിരുന്നു, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവനായിരുന്നു, അതിന് പൂജകൾ സമർപ്പിക്കുന്നവനായിരുന്നു, അതിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, അതിന് ദൈവമാണ് എന്ന് കരുതി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ പിതാവിനോടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ഭവ്യതയോടുകൂടി പറയുന്നുണ്ട്, ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. മൂന്ന് കാര്യങ്ങൾ ദൈവമാകാൻ ആർക്കാണ് അർഹത എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ. നമ്മുടെ പ്രാർത്ഥനകൾ ആരോട് മാത്രമേ ആകാവൂ എന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ലിമ തഅബുദു, എന്തിനാണ് നിങ്ങൾ ഇതിനെ ആരാധിക്കുന്നത്? ഈ കല്ലിനെ, ഈ ബിംബത്തെ, വിഗ്രഹത്തെ നിങ്ങൾ ആരാധിക്കുന്നത്? മലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അതിന് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ, അതിന് കാണാൻ കഴിയുന്നില്ലല്ലോ, അതിനൊരു ഉപകാരവും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സർവ്വകാര്യങ്ങളും കേൾക്കാൻ കഴിയുന്നവനാകണമെന്നതാണ്. സർവ്വകാര്യങ്ങളും കേൾക്കാൻ കഴിയുന്ന, ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ആരേത് ഭാഷയിൽ വിളിച്ചാലും, ആരേത് ഭാഷയിൽ സങ്കടപ്പെട്ടാലും, ആരേത് ഭാഷയിൽ ആവശ്യങ്ങൾ ചോദിച്ചാലും, പ്രിയപ്പെട്ടവരെ, അതൊക്കെ കേൾക്കാൻ കഴിയുന്ന ഒരു റബ്ബിനെ കുറിച്ചാണ് അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുന്നത്. ആ റബ്ബിനെല്ലാം കാണാൻ കഴിയുന്നവനാണ് ആ നമ്മുടെ റബ്ബ് എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെയൊക്കെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഏറ്റവും ഹൈറ ഏതാണ് എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരു പടച്ച റബ്ബിനെ കുറിച്ചാണ് അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുന്നത്. ആ അള്ളാഹുവിനോടെ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ, അല്ലാതെ നിങ്ങൾ മറ്റൊരിടത്തേക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കരുതേ എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പലതിനെയും പ്രാർത്ഥിക്കുകയും പലതിനെയും ദൈവമായി സങ്കല്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. പലതരത്തിലുള്ള തേട്ടങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്, പലതിനോടും പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. മനുഷ്യരുടെ സൃഷ്ടിപ്പുകളോട്, മനുഷ്യരുണ്ടാക്കിയ വസ്തുക്കളോട്, മനുഷ്യരോട് തന്നെ, മരണപ്പെട്ടവരോട്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അള്ളാഹു പരിചയപ്പെടുത്തുന്നു, അവർക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ടോ? അവർക്കെല്ലാം കേൾക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ തേട്ടങ്ങൾക്ക് അതിന് പരിഹാരം നൽകാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് മാത്രമായി സമർപ്പിക്കുക എന്നത് തൗഹീദിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ്. അത് അല്ലാഹുവിലേക്കല്ലാതെ മറ്റൊരിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടാൽ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പ്രിയപ്പെട്ടവരെ പൊളിഞ്ഞു പോകുന്നത്. നമ്മുടെ തൗഹീദാണ് പൊളിഞ്ഞു പോകുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ആണിക്കല്ലാണ് തകർന്നു പോകുന്നത്. അത് നമ്മുടെ മറ്റെല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കപ്പെടാതെ പോകുന്നതിന്റെ വലിയ വലിയ പതനത്തിലേക്ക് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാതിലാണ് എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഖുർആൻ ഓർമ്മിപ്പിച്ചത്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അല്ലാഹുവിന്റെ പള്ളികളൊക്കെ അല്ലാഹുവിന് മാത്രമുള്ളതാണ്, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാനുള്ളതാണ്, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴാനുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, നിങ്ങൾ അല്ലാഹുവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുതേ എന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ ഇബാദത്താണ് എന്നതുകൊണ്ടാണ് അത് വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. നോക്കൂ, നമ്മുടെ
മുൻകഴിഞ്ഞുപോയ എല്ലാ നബിമാരുടെയും വ്യത്യസ്തമായ സന്ദർഭങ്ങളിലൂടെയുള്ള പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പ്രാർത്ഥനകളിലൊക്കെ അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന നിലക്കുള്ള റബ്ബിനെ പരിചയപ്പെടുത്തിയുള്ള റബ്ബന, റബ്ബി തുടങ്ങിയ അതേ വിളികൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാം അല്ലാഹുവിനോടാണ്. വേറെ ഒരു തരത്തിലേക്കുമുള്ള വിളികൾ, പ്രാർത്ഥനകൾ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ എത്രയോ സന്ദർഭങ്ങളെ നമ്മൾ മനസ്സിലാക്കിയതല്ലേ. നല്ല സന്ദർഭങ്ങൾ ഉണ്ടായി. ആവശ്യങ്ങൾക്ക് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട്. സങ്കടങ്ങളെ നിവർത്തിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട്. എല്ലാം അല്ലാഹുമ്മ, റബ്ബി, റബ്ബന തുടങ്ങിയ അഭിസംബോധനയോടുകൂടിയാണ് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ മനുഷ്യൻ, ആദ്യത്തെ മുർസലായി റസൂലായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു വീഴ്ച സംഭവിച്ചു പോയി. ആ വീഴ്ച അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് പരിഹരിക്കുകയാണ്. ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണ്. പടച്ചവനെ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. വഇല്ലം തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തന്നിട്ടില്ല എങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, പടച്ചവനെ, ഞങ്ങള് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് റബ്ബന എന്ന് വിളിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിൽ കാണുന്നുണ്ട്. രോഗം ബാധിച്ചു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാവരും ഇട്ടെറിഞ്ഞു പോയി. അടുത്ത കുടുംബങ്ങൾ വരെ ഇട്ടെറിഞ്ഞു പോവുകയാണ്. ഇനി ഇതിൽ നിന്ന് രക്ഷയുണ്ടാവില്ല എന്ന നിലക്ക് പ്രതീക്ഷയേറ്റ് കൂടെ നിന്നവർ, കൂടെ ജീവിച്ചവർ, കൂടപ്പിറപ്പുകൾ, രക്തബന്ധുക്കൾ പോലും ഇട്ടെറിഞ്ഞു പോവുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, സുബ്റോടെ, തവക്കുലോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവേ, എനിക്കിതാ ചില ദോഷബാധകൾ വന്നേറ്റിയിരിക്കുന്നു, കഷ്ടപ്പാടുകൾ ബാധിച്ചിരിക്കുന്നു. പക്ഷേ പടച്ചോനെ, നീ കരുണ ചെയ്യുന്നവരിൽ, കരുണ പെയ്തിറക്കുന്നവരിൽ നീ ഏറ്റവും വലിയ കരുണാവാരിധിയല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന് അള്ളാഹു ഉത്തരം നൽകിയത്? ഫസ്തജബ്നാ ലഹു എന്നാണ്. നാം അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, സർവ നിലക്കുമുള്ള കഷ്ടപ്പാടുകളെ, ദുരിതത്തെ, അദ്ദേഹത്തിന്റെ രോഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രതിസന്ധികളുടെ ഇരുളടഞ്ഞ ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, അല്ലാഹുവേ, നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്, മറ്റൊന്നിനുമല്ല പരിശുദ്ധി റബ്ബേ നിനക്കാണ്. ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ഞാനിതാ ഒരു അക്രമം ചെയ്തു പോയ ഒരു മനുഷ്യനിൽ പെട്ടുപോയിരിക്കുന്നു എന്നാണ്. എന്താണ് അല്ലാഹു തആല പരിഹാരമായി നൽകിയത്? ഫസ്തജബ്നാ ലഹു, നാം ഇതാ അവർക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്നാണ്. വനജ്ജൈനാഹു മിനൽ ഗം, ആ പ്രതിസന്ധികളിൽ നിന്ന്, ഇരുളടഞ്ഞ അവസ്ഥകളിൽ നിന്ന്, കടലിന്റെ അഗാധതയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് രക്ഷ നൽകി എന്നാണ്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അള്ളാഹുവിനോട് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അതവന് ഖൈറായ കാര്യമാണ് എങ്കിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു തആല സ്വീകരിക്കുകയും അള്ളാഹു ഏറ്റവും നല്ല ഫളൽ നൽകി അവന് രക്ഷ നൽകുകയും ചെയ്യുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ നബിമാരുടെയും ചരിത്രം പ്രിയപ്പെട്ടവരെ ഖുർആനിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. വലിയ മർദ്ദനങ്ങൾക്ക് വിധേയമായപ്പോൾ, വലിയ പീഡനങ്ങൾക്ക് വിധേയമായപ്പോൾ, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ, അധികാരി വർഗങ്ങളുടെ അങ്ങേയറ്റത്തെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായപ്പോ, മക്കളില്ലാതെ സങ്കടപ്പെട്ടവർ, ഭൗതികമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയപ്പോ, ആളുകൾക്ക് മുമ്പിൽ അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നപ്പോ, മരണം മുഖാമുഖം കാണുന്ന സന്ദർഭങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് രക്ഷ നേടിയ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട നബിമാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. നമ്മുടെ ഈമാൻ യഖീനാക്കാനാണ്, നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്താനാണ്, അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് സമീപിച്ചാൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിനോടല്ലാതെ അവന്റെ സൃഷ്ടികളോട് യാതൊരു നിലക്കും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നു. മാത്രമല്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യവുമില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനി ലാ യസ്തജീബൂന
യസ്തജീബൂന ലഹും ബിശൈഇൻ. ഖുർആൻ തീർത്തു പറയാണ്, ഖുർആൻ തീർത്തു പറഞ്ഞു, ലഹു ദഅവത്തുൽ ഹഖ്, നിങ്ങളുടെ വിളി പ്രാർത്ഥന തേട്ടമെന്ന് പറയുന്നത് അല്ലാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ. വല്ലദീന യദഊന മിൻ ദൂനിഹി, നിങ്ങൾ ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരിക്കലും നിങ്ങൾക്കത് ഉത്തരം ചെയ്യുകയില്ല. ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഅ് ലിയബ്ലുഗ ഫാഹ് വമാ ഹുവ ബിബാലിഗിഹി. എന്നിട്ട് ഖുർആൻ ഒരു ഉപമ പറയാണ്. ഒരാൾക്കൊരു ദാഹിക്കുണ്ട്, അങ്ങേയറ്റത്തെ ദാഹമുണ്ട്. ഒരു വെള്ളത്തിന്റെ മുമ്പിൽ അയാൾ എത്തി നിൽക്കുന്നു. പാത്രത്തിൽ വെള്ളമുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒരു സ്രോതസ്സുണ്ട്. അയാൾ അതിന്റെ മുന്നിൽ നിന്നിട്ട് എന്റെ വെള്ളം എന്റെ തൊണ്ടയിലേക്ക് എത്തിച്ചു തരൂ, വെള്ളമേ നീ എന്റെ തൊണ്ടയിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ വെള്ളം തൊണ്ടയിലേക്ക് എത്തുകയില്ലല്ലോ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റൊരിടത്തേക്ക് നിങ്ങളുടെ സങ്കടം സമർപ്പിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ ദാഹം അകറ്റാൻ അവർക്ക് കഴിയില്ല എന്ന് ഖുർആൻ തീർത്തു പറയുന്നുണ്ട്. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ഇതിനുശേഷം അല്ലാഹു പറയുന്നത് വളരെ ഗൗരവമുള്ള വാക്കാണ്. വമാ ദുആഉൽ കാഫിരീൻ എന്നാണ്. അല്ലാത്ത ഇടങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നത് കുഫറാണ് എന്ന നിലക്ക് നിങ്ങൾ കാഫിറുകളാകരുത് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ളലാലത്തിന്റെ വഴിയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട്, മരണപ്പെട്ടവരോടാവട്ടെ ജീവിച്ചിരിക്കുന്നവരോടാവട്ടെ, അള്ളാഹുവിന്റെ സൃഷ്ടികളോടാണോ അവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് കൃത്യമായി ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇൻ തദഊഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ ഇനി ദുആ ചെയ്താൽ തന്നെ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, നിങ്ങളുടെ സമാധാനത്തിന് കേട്ടു എന്ന് വിചാരിക്കുക, അവർക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിനെ അല്ലാഹു പറയാണ്, നിങ്ങൾ ഈ ചെയ്യുന്ന ശിർക്കിനെ അവർ നാളെ പരലോകത്തെ ഖിയാമത്ത് നാളിൽ നിഷേധിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയും ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, മരണപ്പെട്ടു പോയ മഹാന്മാരോടൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഖുർആൻ ഒരു ആയത്തിലൂടെ അതൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഖബറുകളിൽ കിടക്കുന്നവർക്ക് അവർക്ക് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ വന്ന് ഖബറിലെ രക്ഷയെക്കുറിച്ച്, ശിക്ഷയെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്ന സന്ദർഭങ്ങളിലല്ലാതെ അവർക്ക് സംസാരിക്കാൻ മലായിക്കത്തുകളുമായി ബന്ധപ്പെട്ട, അർവാഹുകളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലല്ലാത്ത ഒരു സന്ദർഭങ്ങളിലും ഭൂമിയിലുള്ള മനുഷ്യരുമായി അവർക്ക് സംവദിക്കാൻ കഴിയില്ല. അവർ പറയുന്നത് അവർ കേൾക്കുന്നില്ല. അതുപോലെ തന്നെ അവർ കേട്ടാൽ പോലും അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന് ഖുർആൻ തീർത്തും വേർത്തും പറയുന്നുണ്ട്. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്ത്, ഖുർആൻ കൃത്യമായി പറയാം, വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്ത്, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും ഒരിക്കലും സമമാവുകയില്ല, ഒരിക്കലും സമാവില്ല എന്ന് ഖുർആൻ പറയുന്നു. ഇന്നല്ലാഹു യസ്മിഉ മൻ യശാ, ഇനി എന്തെങ്കിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ കഴിയുകയുമില്ല എന്ന് ഖുർആൻ പറഞ്ഞു. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖുർആൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിൽ കിടക്കുന്ന ഒരാളെയും കേൾപ്പിക്കാൻ നബിയെ താങ്കൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കൃത്യമായി ശരിപ്പെടുത്തുക. വഹുവ സമീഉൽ അലീം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് സമീആയ അല്ലാഹുവിനോടാകണം, അലീമായ അല്ലാഹുവിനോടാകണം. സർവവും അറിയുന്ന, സർവവും കേൾക്കുന്ന പടച്ചോനോട് മാത്രമേ പാടുള്ളൂ എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, ഗൈബ് അറിയുന്നവൻ അല്ലാഹുവാണ് എന്ന് മനസ്സിലാക്കി ഖുർആൻ പറഞ്ഞല്ലോ, വൈദാ സഅലക ഇബാദി അന്നി, റസൂലേ അല്ലാഹുവിന്റെ സൃഷ്ടികൾ, എന്റെ അടിമകൾ എന്നോട് ചോദിക്കുന്നു, എന്നെ പറ്റിയാണ് ചോദിക്കുന്നത്. ഫൈന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് എന്നവരോട് പറയുക, നിങ്ങളുടെ സമീപസ്ഥനാണ് എന്ന് പറയുക, നിങ്ങളുടെ ജീവനാടിയോടൊപ്പം അടുത്താണ് അല്ലാഹു ഉള്ളത് എന്ന് പറയുക. നമ്മുടെ വെളിപ്പുറത്ത്, നമ്മുടെ സങ്കടങ്ങളുടെ തൊട്ടടുത്ത്, നമ്മുടെ ആവശ്യങ്ങളുടെ തൊട്ടടുത്ത് നമ്മുടെ റബ്ബുണ്ട് എന്ന് നമ്മളോട് അല്ലാഹു പറയുകയാണ്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്ന് അല്ലാഹു നമ്മളോട്
നമ്മളോട് പഠിപ്പിക്കുകയാണ്, ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി, നിങ്ങൾ എന്നിൽ വിശ്വാസമർപ്പിക്കുക, എന്നിൽ ആ ആഴത്തിൽ വിശ്വസിക്കുക, എന്നോട് തേടുകയും ചെയ്യുക, ലഅല്ലഹും യർഷുദൂൻ, നിങ്ങൾ നേർവഴി പ്രാപിച്ചേക്കുമെന്ന് ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെ ദുആ എപ്പോഴും അള്ളാഹുവിനോട് മാത്രമാവുക എന്നത് നമ്മുടെ ദീനിന്റെ അടിക്കല്ലാണ് എന്നത് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് ധാരാളം പ്രാർത്ഥിച്ചും ആവശ്യങ്ങൾ ചോദിച്ചും സങ്കടങ്ങൾ നിവർത്തിച്ചും നമ്മൾ അള്ളാഹുവിനോടുള്ള ബന്ധങ്ങളെ ശക്തമാക്കുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രാർത്ഥന എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്പന്ദനങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വിധികളെ, അള്ളാഹുവിന്റെ ചില ഖലാഉകളെ, ചില മുസീബത്തുകളെ, ആഫത്തുകളെ ഒക്കെ നമുക്ക് തട്ടിമാറ്റാൻ കഴിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ ഈ തിരക്കുകൾക്കിടയിൽ ഒരുപാട് നിസ്സഹായമായ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും. ഭൗതികമായ സംവിധാനങ്ങൾക്കൊന്നും കഴിയാത്ത എത്രയോ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖലാഉകൾ കൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്തുകൾ കൊണ്ട്, അള്ളാഹുവിന്റെ നിഅമത്തുകൾ കൊണ്ട് നമ്മുടെയൊക്കെ ദുആയുടെ ഫലമായി ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ച ആളുകളൊക്കെ ആയിരിക്കും നമ്മളൊക്കെ. അതിന് സാധിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്. അള്ളാഹുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടും. ആത്മാർത്ഥതയോടെ, മനസാന്നിധ്യത്തോടെ ഉത്തരം കിട്ടുമെന്ന അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളുണ്ട്, അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ, റഹ്മാൻ, റഹീം, അങ്ങനെ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അതൊക്കെ ചേർത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഏറ്റവും ഫലമുണ്ടാകുന്ന കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വളരെ സ്വകാര്യമായി അള്ളാഹുവിലേക്ക് സമർപ്പിച്ച നന്മകൾ, നല്ല പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞ് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റും. അതുപോലെ റസൂലുള്ള പഠിപ്പിച്ച നല്ല നല്ല ദിക്റുകൾ ചൊല്ലി നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് തുടങ്ങിയ ഒരുപാട് ഖുർആനും അതുപോലെ തന്നെ സഹീഹായ ഹദീസുകൾ കൊണ്ടുമൊക്കെ സ്ഥിരപ്പെട്ട എത്രയോ ദിക്റുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളതൊക്കെ പഠിച്ചു മനസ്സിലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്ത് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മുടെ ദുആകളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും ഉമ്മത്തിനെയും ഒക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ സഹോദരൻ ഹബീബ് റഹ്മാന്റെ മകൻ അല്പം സീരിയസ് ആയ ഒരു ഘട്ടത്തിൽ റിയാദിലെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. 15 വയസ്സാണ് അവന്റെ പ്രായം. അറ്റാക്ക് ഉണ്ടാവുക എന്നതൊക്കെ നമ്മൾ കേൾക്കുന്നത് എത്ര വയസ്സാകുമ്പോഴാണ്. 15 വയസ്സായ ഒരു കുട്ടിക്ക് കാർഡിയാക് അറസ്റ്റ് വന്ന് കിഡ്നിക്കും ലിവറിനും ബ്രെയിനും ഒക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും വിചാരിക്കും നമുക്കൊരുപാട് സമയമുണ്ട്, നന്നാവാൻ സമയമുണ്ട്, ചെയ്യാൻ സമയമുണ്ട്, അസുഖങ്ങൾ വരാൻ സമയമുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖലാഅ് ഏത് രീതിയിലാണ് നമ്മളെ സമീപിക്കാന്നറിയില്ല. പക്ഷെ അള്ളാന്റെ ബലാഗുകൾ വരും, പരീക്ഷണങ്ങൾ വരും. അള്ളാഹ് നമ്മുടെ ഈമാനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. യഥാർത്ഥ മുഅ്മിനീങ്ങൾ അള്ളാഹ് അങ്ങനെ കൂടുതൽ കൂടുതൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന്. രോഗമാവാം, സാമ്പത്തിക പ്രതിസന്ധിയാകാം, മരണമാവാം, കൃഷിയിടങ്ങളിലെ പ്രശ്നങ്ങളാവാം, സാമ്പത്തികമായ വലിയ പ്രതിസന്ധികളാവാം. അങ്ങനെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മുടെ ഈമാൻ അള്ളാഹു പരിശോധിച്ചു കൊണ്ടിരിക്കുമെന്ന്. ആ നിലക്കുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അള്ളാഹു ആ പരീക്ഷണങ്ങളൊക്കെ മറികടക്കാനുള്ള ഈമാനും സുബറുമൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രാവിലെ +1 സ്കൂൾ തുറന്ന്
സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കുളിച്ച് മാറ്റാൻ വേണ്ടി റൂമിലേക്ക് പോയി അവനെ കാണാതിരുന്നപ്പോൾ പോയി നോക്കിയപ്പോൾ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും ഹാർട്ട് വീക്കായിട്ടുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്തതിനാൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്, ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ട്. മെഡിക്കൽ സയൻസിന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെല്ലാവരും പ്രത്യേകം ജുമുഅ ദിവസവും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, കുടുംബത്തിന് സബറും തവക്കുലും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ എല്ലാ നിലക്കുമുള്ള ആഫിയത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന വ്യത്യസ്തരായ ആളുകളുണ്ട്. നമ്മുടെ മഹല്ലുകളിൽ പള്ളികളിൽ വരുന്നവരുണ്ട്, മാരകമായ രോഗങ്ങൾക്ക് വിധേയപ്പെട്ട് ചികിത്സയിലുള്ളവരുണ്ട്, വീടുകളിൽ ചികിത്സയിലുള്ളവരുണ്ട്, ആശുപത്രിയിലുള്ളവരുണ്ട്. അള്ളാഹുവെ ശിഫ നൽകാൻ നീ അല്ലാതെ മറ്റാരാണ് റഹ്മാനെ. യാ റഹ്മാൻ യാ റഹീം, എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ചെറുതും വലുതുമായി ഞങ്ങളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ പോരായ്മകൾ കൊണ്ട് ഞങ്ങളെ നീ കഠിനമായി പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ പോരായ്മകൾ കൊണ്ട് ഞങ്ങളെ നീ കഠിനമായി പരീക്ഷിക്കല്ല റഹ്മാനെ. പരീക്ഷണങ്ങളിൽ അത് വിജയിക്കാനുള്ള ഈമാനും സുബറും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ജീവിതത്തിൽ വന്നുപോയ പോരായ്മകളെ നീ ഞങ്ങളെ പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല റഹ്മാനെ. അത് വിട്ടുപുറത്ത് നീ മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ ജീവിതത്തിലെ എല്ലാ ഇടങ്ങളിലും നിന്നെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ആയിരക്കണക്കിന് മനുഷ്യർ ഞങ്ങൾക്കിടയിൽ നിന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു നാഥ. എല്ലാവരുടെയും ദുആ നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ പഠനവും ഞങ്ങളുടെ പരീക്ഷകളും ഞങ്ങളുടെ ജോലിയും ഞങ്ങളുടെ കച്ചവടവും ഞങ്ങളുടെ കുടുംബജീവിതവും ഞങ്ങളുടെ യാത്രകളും ഒക്കെ നീ ഖൈറും ബർക്കത്തുമുള്ളതാക്കി തീർക്കണേ റഹ്മാനെ. ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി സങ്കടപ്പെടുന്നവരുണ്ട്, അള്ളാഹുവെ സാമ്പത്തികമായി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഈ നാടിനെയും രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അൻത വലിയുനാ ഫിദ് ദുനിയാ വൽ ആഖിറ. തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ റബ്ബൻ നാസ് اذهب البأس اشفي أنت الشاف لا شفاء إلا شفاؤك شفاء لا يغادر سقما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم ارحم لنا يا أرحم الراحمين. اللهم اغفر لنا يا غافر المذنبين. اللهم ارزق لنا يا خير الرازقين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.